ഹേയ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു പെരുന്നാളിൻ്റെ അന്ന് വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇട്ട് പോയിട്ട് നമ്മൾ ഇന്നലെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വന്നത് കേട്ടോ. അപ്പോൾ ചായ ഒന്നും കുടിക്കാൻ വേണ്ടി നിന്നല്ല, നേരത്തെ അങ്ങോട്ട് പോന്നു. റവ വാങ്ങിയിട്ടുണ്ട്. വരുമ്പോൾ ചെറുപാടും ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ, നല്ല നേരം വൈകിട്ട് ഉറങ്ങിയിട്ട് 2 ദിവസമായിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ഉറക്കം ശരിയാവാൻ കൂടെ ഒരു തലയ്ക്കൊരു മൊപ്പാണ്. ഇന്നിപ്പോൾ വന്നിട്ട് ഇന്നലെ ഞങ്ങൾ പുഴയിലൊക്കെ പോയി കുളിച്ച് വരുമ്പോൾ തന്നെ നേരം ഒരുപാടായിട്ട്. അപ്പം അതുകൊണ്ട് രാവിലെ കുളിക്കാനൊന്നും വന്നിട്ടില്ല, വെച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തിരുമ്പി കുളിക്കാമെന്ന് വിചാരിച്ചു. വേഗം ചായ റെഡിയാക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ട് കുളിച്ചിട്ട് ചായ കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തായാലും ആദ്യം ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. കണ്ണൻകുട്ടിയൊക്കെ ഉണ്ട്, പൂജിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വിശക്കും. സ്കൂൾ വണ്ടി അപ്പോൾ നമുക്ക് ചായ വെക്കാം. ഉപ്മാവായതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നുമില്ല. വേഗം ഷജൻ്റെ കുറച്ച് ദിവസമായിട്ട് വർക്ക് ഉണ്ടായിട്ട് അവിടെ എടുക്കുന്നിടത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നൊരു ഇതായിട്ടില്ല. പെരുന്നാളിൻ്റെ മുന്നേ നിർത്തിയതാണ്. പെരുന്നാളിൻ്റെ 4 ദിവസം മുന്നേ നിർത്തിയതാണ്. ഇപ്പോൾ ഒരാഴ്ചയുടെ മേലായിട്ട് പുതിയ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വേണം. അപ്പോൾ അതങ്ങനെ ഉണ്ട്. ചായ കുടിച്ചിട്ട് ഷാജായിട്ട് അത് പോകാൻ വേണ്ടി നോക്കും. നമുക്ക് കണ്ണൻകുട്ടീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ മുറി കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊന്ന് കാണിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഏതായാലും ആദ്യം തന്നെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. അതിലേക്ക് ഇനി ഉള്ളി, പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെക്കട്ടെ കേട്ടോ. ഒരു കുഞ്ഞൊരു സവാളയും കുഞ്ഞൊരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു പച്ചമുളകും, ഇത്രയുള്ള കൂട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്കിങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ എന്തോ മടിയാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നൊക്കെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇരിക്കും കേട്ടോ അതിൻ്റെ മേലെ കയറിയിട്ട്. അപ്പുറത്ത് ഗ്യാസ് സ്റ്റവ് ഉണ്ട്. എൻ്റെ മുടിയോ അല്ലെങ്കിൽ ഡ്രസ്സോ എന്തെങ്കിലും കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അറിയാം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ എന്നാലും അറിയാണ്ട് ഞാൻ അവിടെ കയറി ഇരുന്ന് പോകും. എന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഉണ്ടാക്കി ഒരു കുഞ്ഞിയുടെ ഇഞ്ചിയുടെ കഷ്ണവും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമുക്കതിന് വേഗം അരിഞ്ഞ് പെറുക്കി വയ്ക്കാം. പിള്ളേർക്ക് കാര്യമായിട്ട് വിശക്കണവും കാര്യമൊന്നുമില്ല. എന്നാലും എനിക്ക് എൻ്റെ കാര്യങ്ങളായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ സമയം എടുത്ത് കൊടുക്കാമല്ലോ. ഒന്നാമത് വിശപ്പില്ലാത്തത് ഈ ഉപ്മാവായതുകൊണ്ടാണ് കേട്ടോ. ആർക്കും ഇവിടെ നമ്മുടെ ഇവിടെ പറയാം ഉപ്മാവ് വലിയ പിടുത്തൊന്നുമില്ല. പിന്നെ ഒരു അത്യന്തരമില്ലാത്ത സമയം വരുമ്പോൾ, നമുക്ക് ഒരു രക്ഷയില്ലാത്ത സമയം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് കഴിച്ചോളും. അങ്ങനെയാണ്. അല്ലാതെ അത് വലിയ കാര്യമായിട്ടുള്ള ഫുഡല്ല കേട്ടോ. ആർക്കും വലിയ താല്പര്യമില്ല. നെഞ്ഞി നീറും കഴിച്ചാൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് റവയാണ് കൊണ്ടുവന്നത്. അതിലേക്കുള്ള ഇഞ്ചിയും എന്താ പറയുക സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ചു. അതിലേക്ക് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. കണ്ണൻകുട്ടീനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യമൊക്കെ വേഗം അങ്ങോട്ട് ആക്കി റെഡിയാക്കിയിട്ട് പോവാം. ആൾക്ക് ഇന്നിപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ചീമ്പലുണ്ട് കേട്ടോ, ഉള്ളിൽ പനി പോലെയൊക്കെ. അതിപ്പോൾ കുറച്ച് ദിവസമായി നിൽക്കണു. കുറേ ദിവസമായിട്ട് അവനോട് പോവാമെന്ന് പറയണു. അവനങ്ങനെ കേൾക്കാണ്ട് ഇങ്ങനെ കളിയുടെ ഒരു ഹരത്തിൽ, ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നുള്ളൊരു ലാസ്റ്റ് ഒരു കലാശക്കൊട്ടുണ്ടല്ലോ, ആ കളിയുടെ ഹരത്തിൽ അങ്ങനെ പോയിട്ട് ആ മുറി അങ്ങോട്ട് വലുതായതാണ് കേട്ടോ. അത്രയും സീനായതാണ്. അല്ലെങ്കിൽ ഇത്ര വലുതൊന്നും ആയിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ അരിയലും പെറുക്കലും കഴിഞ്ഞ് ചായ റെഡി ആയപ്പോൾ ഒരു ഉരുളി വെച്ചിട്ട് നമുക്ക് റവ വറക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ലൂസായാണെന്ന് വാങ്ങണോണ്ട് തന്നെ നമുക്ക് റവ നമ്മൾ വറക്കണം കേട്ടോ. പാക്കറ്റ് റവ, വറുത്ത റവയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു. വറുത്ത് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനൊരു ഓളത്തിന് അങ്ങോട്ട് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഞാനിതാ ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക്, എനിക്കിതിനകത്തില്ലേ നമ്മുടെ കടലപ്പരിപ്പല്ല സോറി തുവരപ്പരിപ്പില്ലേ നമ്മളതിനകത്തുള്ള പൊട്ടിച്ചിടാൻ, അതോ ഉലുവയൊക്കെ പൊട്ടിക്കണം. ഉലുവല്ല സോറി, എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്, ഉഴുന്ന് പൊട്ടിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് ഇതാ ഉഴുന്നാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉഴുന്ന കവറിനകത്താണ്, അവർ കിട്ടണില്ല കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണേ. അപ്പോൾ ഞാനിതാ കുറച്ച് ഉഴുന്ന് പരിപ്പോടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി കൊത്തി അരിഞ്ഞതും വേപ്പിലും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ റവപ്മാവ് ഇങ്ങനെ വെറുതെയാണ് കിടക്കണതാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഞാനിന്ന് എന്തോ ഒരു അന്തം പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടിപ്പോയി. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ എന്തായാലും വേണ്ടല്ലേ, കിട്ടണ പോലെ അങ്ങോട്ട് ആവട്ടെ വിചാരിച്ചിട്ട് നമ്മളത് വെള്ളം തിളയ്ക്കാൻ വെച്ചു. ആ തിളച്ച് വരുമ്പോൾ നമ്മുടെ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇന്നൊക്കെ ഒരു ഓളം തെറ്റി പോക്കാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളൊരു ദിവസമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നിന്ന് പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു തപ്പിപ്പഴും. എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ കൂടെ വൃത്തിയില്ലാത്ത പോലെ തോന്നും. ഫസ്റ്റിൽ എനിക്ക് അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞാലാണ് ഒരു സമാധാനമുള്ളൂ. ഇതിപ്പോൾ ഞാൻ വന്ന പാട് കിച്ചൺ അങ്ങോട്ട് തുടച്ചിട്ടിട്ടാണ് കേട്ടോ
നമ്മൾ ഈ പണിക്ക് നിൽക്കണത്. വെച്ചാൽ കുഴപ്പമുണ്ടായിട്ടല്ല, എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെയൊക്കെ തോന്നും കേട്ടോ, അതൊരു ഓളത്തിലേക്ക് അങ്ങോട്ട് വന്ന് വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്, ഒരു ഹാലിലാണ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പെരിച്ചായി വീണിട്ട് നമ്മൾ 2 ദിവസം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴേക്കും അവരൊക്കെ വെള്ളമൊക്കെ റെഡിയാക്കി തന്നു, കിണറൊക്കെ റെഡിയാക്കി തന്നു. അപ്പുറത്തെ വീട്ടിൽ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ താത്താൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഇപ്പോഴും എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊരു മനസ്സുകൊണ്ട് ഇങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. വെള്ളമൊക്കെ എന്നിട്ട് ക്ലിയർ ആവട്ടെ, എന്നിട്ട് കുടിക്കാതെ വരെ കുടിക്കാനുള്ളത് അപ്പുറത്ത് കൊണ്ടുവരാൻ വിചാരിച്ചു. റവ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി യോജിപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ഞാനൊന്നല്ലെങ്കിൽ നെയ്യോ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവി കൊടുക്കും. ഇതിൽ നാളികേരം ചിരക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നാളികേരം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല, പച്ചവെളിച്ചെണ്ണ തൂവി അങ്ങോട്ട് വെച്ചു. ഞാനും കണ്ണൻകുട്ടിയും ഷാജേട്ടനും കൂടെ ചായ കുടിക്കാൻ വിചാരിച്ചു. പൂജിട്ടി ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ട് അലക്കാണ്ടിരിക്കണോ, അവളത് അലക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് അവൾ കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 പേർക്കും കൂടെ വിളമ്പോൾ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. എന്താ വെച്ചാൽ ആർക്കും ഇവിടെ വലിയ പിടുത്തമില്ല, പേരിന് വിശപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നമുക്കിനി വേഗം കഞ്ഞിയായിട്ട് കുടിക്കാമെന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്മാവും ചെറുപഴവും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ പിന്നെ ചെറുപഴം ഉണ്ടെങ്കിൽ പുട്ടിലേക്കൊക്കെ ചെറുപഴം പപ്പടം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ റവ ഉപ്മാവില്ലേ, അച്ചാറ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. കണ്ണിമാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കും. മീൻ കറി കൂട്ടിയിട്ടാണെങ്കിൽ അടിപൊളിയാണ്. ചിക്കൻ കറിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. സംഭവം ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല, അച്ചാർ ഇരിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ചെറുപഴം കൂട്ടിയിട്ടാട്ടോ കഴിച്ച്. കണ്ണൻകുട്ടി നോക്ക് ഇങ്ങനെ കുത്തി ഇരിക്കുന്നുണ്ടോ, ആർക്കും വലിയ ഇഷ്ടമല്ല അത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് പിച്ച് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാനൊന്നും ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ, താല്പര്യമില്ലാണ്ട് കഴിക്കുന്നതാണ്. എന്തായാലും വേണ്ടില്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ ഫുഡേ കഴിക്കുള്ളൂ, എന്നത് കഴിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉള്ളത് നമ്മുടെ വീട്ടിൽ എന്താണോ അത് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ ഇരുന്ന് കഴിച്ചു. ഷാജേട്ട എപ്പോഴും പറയുന്ന പോലെ പടിയുടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ഇങ്ങനെ എപ്പോഴും ഹോസ്പിറ്റലിലത്തെ കാര്യമാണ് ചോദിക്കുന്നത്, പോയാൽ അവരെന്താ ചെയ്യുക, മുറിയുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമോ എന്നുള്ള പേടിയിലാട്ടോ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിന് മുന്നേ പറഞ്ഞു നമുക്ക് പോവുക, അത് കാണിക്കാം. കുറച്ച് മുറിയായപ്പോഴെന്താ വെച്ചാൽ അവന് പെട്ടെന്ന് ഇങ്ങനെ പഴുക്കും. അപ്പോൾ എന്താ വെച്ചാൽ പഴുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെ അല്ലല്ലോ, അവനതിന് റെസ്റ്റ് കൊടുക്കാനുള്ളൊരു ടൈം കൊടുക്കില്ലല്ലോ. ഈ വെള്ളത്തിലും ചളിയിലും പോയിട്ട് വീണ്ടും കളിക്കല്ലേ. അപ്പോൾ അപ്പോഴൊന്നും വന്നില്ല കേട്ടോ, കളിയുടെ ഊക്കിൽ അങ്ങനെ നിന്നു. ഇതിപ്പോൾ പഴുപ്പായി എന്ന് കണ്ടപ്പോൾ ആശാന് നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ചായയോട് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും വേഗം ഇങ്ങോട്ട് അടിച്ച് വാരി തുടച്ചിടാം. നമ്മളിപ്പോൾ 2 ദിവസം ആയാലും അടിച്ച് വാരി തുടച്ചിട്ടൊക്കെ. അപ്പോൾ അതങ്ങോട്ട് ചെയ്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ പൊന്തൊക്കെ വെട്ടി റെഡി ആക്കിയപ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളതുള്ള ഇങ്ങനെ പുല്ലോള് നമ്മളിങ്ങനെ പറിച്ചിട്ടാൽ മതി. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലേ, അതൊക്കെ റെഡിയായി. ഇനി ഇവിടെയൊക്കെ അടിച്ച് വാരിയിട്ടിട്ട് നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഉമ്മറും എല്ലാ റൂമും മൊത്തം തുടയ്ക്കണം, ഉമ്മറത്ത് മാത്രമല്ല. എന്താ വെച്ചാൽ നമുക്ക് അതിനകത്തൊക്കെ തുടയ്ക്കാൻ വേണ്ടി കുറച്ചധികം സ്ഥലമുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാം കൂടെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതാണ് കുറേശ്ശെ ഭാഗങ്ങൾ കാണിക്കുന്നത്. ഈ ഉമ്മറത്തുനിന്ന് ഈ ഒരു സംഭവം മാറ്റണം കേട്ടോ, അത് എങ്ങനെയെങ്കിലും അകത്തേക്ക് പിടിച്ചിടണം. എന്താ വെച്ചാൽ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട്. ഈ ഉമ്മറത്തന്നെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിടക്കുമ്പോൾ ആ ഒരു ഭംഗി പോണ പോലെ തോന്നും എനിക്ക്. അല്ലെങ്കിൽ ഭംഗി ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും ഒരു വൃത്തി പോണ പോലെ തോന്നും കേട്ടോ. സിമൻറ്റും മണലും കൊണ്ടുവന്ന് വെച്ചിട്ട്, സിമൻറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞോടുത്ത് ഇടണം എന്ന് വിചാരിച്ചതാ. കൊട്ടത്തളം ഞാൻ അങ്ങോട്ട് ശരിയാക്കി. ഇനി ഇവിടെയും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അതിന് നിൽക്കണില്ല. ഇന്ന് നമ്മൾ എന്തായാലും കണ്ണൻകുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അവനെ കൊണ്ടുപോകണം. ചെറുതായിട്ട് പനിക്കണം കൂടെ എനിക്ക് പേടിയാട്ടോ. ഈ പിള്ളേർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷനാണ് കേട്ടോ. പിന്നെ എനിക്ക് രാത്രി ഉറക്കം കിട്ടില്ല, അവർക്ക് പനിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ഇങ്ങനെ തൊട്ട് നോക്കാൻ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടിയൊക്കെ ഉണ്ട് കഴിച്ചു. ചോറ് ഞാൻ വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കഞ്ഞിയാണെങ്കിൽ നമുക്ക് കുടിക്കാമല്ലോ, പോയിട്ട് വരുമ്പോൾ നമുക്ക് കറിക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചിടുക ചെയ്യാം കേട്ടോ. ഇവിടെ നല്ല വൃത്തിയിൽ കിടക്കുന്ന നമുക്ക് മീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്താട്ടോ ഇരിക്കുക. അത് കാരണം അവിടേക്ക് അടിച്ചിട്ടിട്ട് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. തല നനച്ചോട് കുളിച്ചപ്പോൾ എനിക്ക് നല്ലോണം ഒരു സുഖം കേട്ടോ. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്ക് നൈറ്റി കേട്ടോ. കേസ് നമ്മൾ കണ്ണൻകുട്ടീനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് 4 മണി വരെ ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോയിട്ട് കാണിച്ചിട്ട് വരാം. ഉച്ച കഴിയുമ്പോഴേക്കും മഴ വരുന്നതിൻ്റെ മുന്നേ പോയിട്ട് വരാം. കണ്ണപ്പാ എടാ മുറി പക്ഷേ നല്ല വേദന ഉണ്ട്, അവന് പഴുപ്പുണ്ട്, അതുകൊണ്ട് റെഡി ആവണില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ സ്കൂളിൽ പോയത് ഗൈസ്. അപ്പോൾ അത് കാണിച്ചിട്ട് വരാം. ഒരു ഭാഗത്ത് ഇങ്ങോട്ട് പോയാലും ആൾ പറയില്ല കേട്ടോ. അതിപ്പോൾ നല്ല പേടിയായിട്ട് ആ പഴുപ്പുണ്ട്. പക്ഷെ അതിട്ട് പറഞ്ഞു പഴുപ്പ് കൂടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആളാകെ പേടിച്ചിരിക്കാം. അപ്പം നമുക്ക് പോയി കാണിച്ചിട്ട് വരാം കേട്ടോ. പൂജിട്ട് കഴിഞ്ഞല്ലേ? ഉച്ച ഈ നേരം 11:30-12 മണി ആവാറായി. എന്തായാലും കാണിച്ച് വന്നിട്ട് ചോറൊക്കെ ആയി. എന്തെങ്കിലും കറി വന്നിട്ട് സെറ്റ് ചെയ്യാം തട്ടിക്കൂട്ടിയിട്ട്. ഇനിയിപ്പോൾ കറിയൊക്കെ വെച്ച് അവിടെ എത്തുമ്പോഴേക്കും ഡോക്ടറൊക്കെ പോവും. പൂജ കഴിഞ്ഞല്ലേ? കോട്ടയത്ത് പോയിട്ട്
ഞങ്ങൾ പോയിട്ട് വരാം. ലീവ് വളാഞ്ചേരി കൊടുക്കാം അല്ലേ? അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കണ്ണൻകുട്ടിയുടെ യൂണിഫോം കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അത് കുറേ ദിവസമായി നമ്മളിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെരുന്നാളിൻ്റെ സമയത്ത് അവർക്ക് തിരക്കായിട്ടേ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കൊണ്ട് ചെല്ലാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല ആളെ എൻ്റെ ബോധം ആദ്യം പോവും. അങ്ങനെയൊക്കെ കണ്ട ഞാൻ പറഞ്ഞില്ല അച്ഛനെ വിളിച്ചോളാന്ന്. ധൈര്യമില്ലാത്ത അമ്മേനെ വിളിച്ചാണെങ്കിൽ ധൈര്യമുണ്ട്. ഞാൻ ഉണ്ടറാ അവിടെ ഇങ്ങനെ തുടച്ച് കുത്തി സൂചി ചിലപ്പോൾ ആ മുറിയുടെ അപ്പുറത്ത് തന്നെ ഇല്ല കേട്ടോ. ഇതിലും വലുത് ചാടിക്കടന്നവനായി ഓക്കെ നോക്കി നിൽക്കുക കുരിക്കും അമ്മേ. എന്താ ഈ വഴി പോയാലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വീടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുക്കാൻ വെച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത്. പിന്നെ അന്നോൾ പോയപ്പോൾ അവിടെ പാമ്പിനെയും കണ്ടോ പേടിച്ചിട്ടാണ് നമ്മൾ പാടത്ത് കൂടെ പോകാതെ ഇത് കൂടെ ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു കോണി എനിക്ക് വലിയ സീനാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടെ വരാറേ ഇല്ല കേട്ടോ. പിന്നെ ഇപ്പം ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് വന്നത് കേട്ടോ. എങ്ങനെ പോയാലും ഞാനൊരു വീഴ്ച പതിവാണ്. ഇതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് അങ്ങനെ പോവാണ് കേട്ടോ. കണ്ണൻകുട്ടിക്ക് ഈ സമയത്തൊക്കെ നല്ല ധൈര്യം ഉണ്ട് കേട്ടോ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അവരത് ക്ലീൻ ചെയ്യുമോ ഞാൻ വിചാരിച്ചു അവന് ഇത്രയും പേടിയൊന്നുമില്ല. എന്താ വെച്ചാൽ ഒരു എത്ര വേദന ഉണ്ടെങ്കിൽ അവനത് പിടിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വലിയ മുറിയൊക്കെ ഞാൻ ചില സമയങ്ങളിൽ കാണുമ്പോഴൊക്കെയാണ് ഞാൻ എന്നോട് പറയുള്ളൂ. അല്ലാതെ ഒന്നും വന്നിട്ട് കുഞ്ഞു മുറിയാകുമ്പോഴേക്കും അതിനിങ്ങനെ പറഞ്ഞിരിക്കൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞു മുറിയാണെങ്കിൽ ഞാനതൊരു 10 ആളെ കണ്ട 10 ആളോടും കൂടെ പറയൂ കേട്ടോ. ഇവ അങ്ങനെയല്ല. എത്ര വീണാലും പൊട്ടിയാലും ഒന്നൊരു വിഷയമല്ലാത്ത ആളാണ്. അപ്പോൾ അതാ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ആളില്ല. ആൾ പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോന്നു. ഇവിടെ എത്തിയപ്പോൾ ഭൂലോക തിരക്കാണ് കേട്ടോ. നമുക്ക് 199 കിട്ടിയത്. അവിടെ ചെന്നപ്പോൾ 120 അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് ടോക്കൺ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വരെ ഇനിയിപ്പോൾ നമ്മൾ ഇരിക്കണം. അപ്പോൾ ടോക്കണൊക്കെ എടുത്തിരിക്കുക. അപ്പോഴും ഇങ്ങനെ എന്നോട് ചോദിക്കാനുണ്ട് മോള് അത് അവരെന്തെങ്കിലും ചെയ്യുമോ അത് നമുക്ക് കുത്തുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടെ പിന്നെ ഞാൻ അങ്ങനെ ധൈര്യം കൊടുത്തിട്ടില്ലടാ. അമ്മ നിൽക്കും എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. എൻ്റെ കൂടെ നിൽക്കണം. അവരത് ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് തന്നെ വരുന്നത്. അച്ഛനേക്കാട്ടിലും അമ്മ കൂടെ ഉണ്ടെങ്കിൽ ആ ധൈര്യം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കേസൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് ഓരോന്ന് പറയുന്നുണ്ട്. ഞാൻ അവനെങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മൂട്ടി അവിടെ ഇരുന്നോ നമ്മളെ വിളിക്കുന്ന സമയത്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വിളിക്കുന്ന സമയമായിട്ട് ഒരാളിങ്ങോട്ട് നീക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മളവിടെ കയറേണ്ട ടൈം ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ആൾ ബോധം കെട്ട് വീണു. തലചുറ്റി വീണു. എനിക്ക് ആകെ പേടിച്ചു. ഞാൻ നിലയും വിളിയും കരച്ചിലൊക്കെ ആയി. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ തലചുറ്റി വീണൊക്കെ കാണുന്നത്. ഞാൻ ആകെ പേടിച്ചു. അങ്ങനെ അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ഏറ്റി അവനെ അവിടെ ബെഡിൽ കൊണ്ട് കിടത്തി. അവിടുന്ന് അവർ ഓക്കെ ഒക്കെ ആക്കിയിട്ട് അവർ ക്ലീൻ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ആയി. അവൻ പിന്നെ അങ്ങനെ പേടി ടെൻഷനോണ്ടാണ് തോന്നുന്നു. പക്ഷേ ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവൻ എന്നെ കൂടെ നിർത്താൻ വേണ്ടി കാല് പിടിച്ചിട്ട് ആ ഡോക്ടറോടും സിസ്റ്ററോടും പറഞ്ഞു മാരാങ്ങുന്നുള്ള കേട്ടില്ല കേട്ടോ. അവർ നിർത്തിയില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി പിന്നെ അവന് പേടിയും ടെൻഷനും കയറി വയ്യാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പുറത്തുനിന്ന് ചെയ്യിച്ചോളാന്ന്. അവർ കൂളായിട്ട് പറഞ്ഞു ഞങ്ങൾ പൊക്കോളുന്ന പറ്റില്ല അവിടെ അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരത് സമ്മതിച്ചില്ല. ഞാൻ നേരെ നമ്മുടെ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നു അവനെയും കൊണ്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കുറേ നേരം ഇവിടെയും പോസ്റ്റ് ആയി കേട്ടോ. അങ്ങനെ പേടിയുണ്ട് ആൾക്ക് നല്ലോണം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോഴേക്കും ആളോ ഓക്കെ അവിടെ നല്ല ഡോക്ടർ കേട്ടോ. ഒരു കുഴപ്പമില്ല നാളെ രാവിലെ വന്നോളൂ ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു കേട്ടോ. എനിക്ക് പോകേണ്ടിയിരുന്നില്ല എന്നായി ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മുടെ മാരാങ്കുന്നത്ത് കേട്ടോ. അത്രയും പേടിച്ചു കേട്ടോ കുട്ടി. എന്താ വെച്ചാൽ അവരോട് അങ്ങനെയും പറഞ്ഞു. പേടിച്ചിട്ടാണ് അവൻ ബോധം കെട്ട് വീണത്. അത്ര പ്രായത്തിലുള്ള ഒരു കുട്ടി ബോധം കെട്ട് വീണെങ്കിൽ അവൻ എത്ര ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ പേടിയിൽ നമ്മളൊന്ന് അമ്മമാരോ അച്ഛനോ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതിലും വലിയ കേസിൽ ഡോക്ടേഴ്സ് കൂടെ നിർത്തും. പിന്നെയാണ് അവരപ്പോൾ വാശി പിടിച്ചിട്ട് ചെയ്തില്ല, സമ്മതിച്ചില്ല. അതുകൊണ്ട് നമ്മൾ കുറ്റിപ്പുറത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് മരുന്നൊക്കെ വാങ്ങി പോന്നു. ഇനി രാവിലെ കെട്ടാൻ വേണ്ടിയിട്ട് പോകണം. നേരെ വന്ന് ഞാൻ റേഷൻ കടയിൽ പോയി അവിടുന്ന് അരി വാങ്ങിയിട്ട് ഇനിയും നമുക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇന്ന് ആകെ കൂടെ പേടിച്ച് പറിച്ചൊരു ദിവസമായിരുന്നു. ഞാൻ കുറ്റിപ്പുറമൊക്കെ എത്തിയതാണെന്ന് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അത്രയും ഒരു അവസ്ഥയിൽ എനിക്ക് പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പേടിക്കാൻ എൻ്റെ ലൈഫിൽ ഇനി ബാക്കിയില്ല. ഞാനും പൂജിറ്റി അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവന് കുറേയൊക്കെ ഓക്കെ ആയി. നമ്മൾ അവന് മിഠായിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.